ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഞണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഞണ്ടിനൊക്കെ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കട്ടൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ഞണ്ടിനെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താൽ ഒരല്പം നേരം നമുക്ക് ഈ ഓയിലിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 1 കിലോ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള അളവ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് നെടുക് കീറിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ക്രാബ് നമ്മൾ വേവിച്ചെടുക്കണ നേരത്തെ നമ്മൾ അതിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് പോരെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ തന്നെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഞണ്ട് റോസ്റ്റിനുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഞണ്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഞണ്ടും ഇതിൻ്റെ മസാല ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ മീതെ ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ചെറിയ തീയിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഞണ്ട് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റായി അറിയിക്കാനും മറക്കരുതേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.